ആ നബവി ഇമാം ഇവിടെ ദീന നിലനിർത്താൻ വേണ്ടി കിതാബ് രചിച്ചപ്പോൾ നബവി ഇമാം കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ അതാ പെട്ടെന്ന് വെളിച്ചം കെട്ടുപോയി, ലൈറ്റ് ഓഫ് ആയി പോയി. ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലമാണ്. അന്ന് കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ അതാ വെളിച്ചം കെട്ടുപോയപ്പോ നബവി ഇമാമിന്റെ പവർ കണ്ടില്ലേ? പടച്ച റബ്ബ് ദീന് വളർത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന രൂപം കണ്ടില്ലേ? ആ നബവി ഇമാമിന്റെ ഇടത് കൈയിലെ ചൂണ്ടുവിരലങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. ആ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ നബവി ഇമാമിന്റെ വിരലങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രകാശിക്കുന്ന വിരലുമായി കിതാബ് എഴുതി തീർത്ത ഇമാം നബവി റഹിമഹുല്ലാഹ് അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ബറക്കത്തായിരുന്നു. ചെറിയ ബറക്കത്തൊന്നുമല്ല, വലിയ ബറക്കത്താണിരുന്നു. എന്തിനേറെ പറയണം? ഇണ്ടിപ്പ ഞങ്ങളെ അവസ്ഥ എന്തേ? ഞങ്ങൾക്ക് ഒട്രാസി തിന്നോ കിട്ടിയമേ, അത് സമത്തരേ ആവണുണ്ടെന്നോ ഞങ്ങൾക്കില്ല. ഒട്രാസി തിന്നോ കിട്ടിയമേ, അങ്ങനല്ലേ? അതാരെ പൈസ വേണമെങ്കിലും ലൂട്ടിട്ട് തിന്നതും ഒരു മടിയുമില്ല. എത്ര ഞങ്ങൾ ഗുലും കാക്കട ചെന്നെങ്കിൽ പിന്നൊരുത്തര പൈസ, പിന്നൊരുത്തര സ്വത്തു, അവന്റെ സമ്മതം ഇല്ലാണ്ട്, അവന്റെ പൊരുത്ത ഇല്ലാണ്ട് എത്ര ഞങ്ങൾ ഉൾകയിട. അള്ളാഹുടെ പേടിയുന്ന മനുഷ്യകു അങ്ങനെ പിന്നൊരുത്തര പൈസ ഉൾകടകു മനസ്സ് വേണ്ട. പടച്ച റബ്ബുടെ സീക്ക് എപ്പം പേടിച്ചോണ്ടിരിക്കണ്ടേ? എപ്പ റബ്ബുടെ ഭാഗത്തെ ആഫത്ത് മുസീബത്ത് വന്നിട്ട് ഞങ്ങൾ ചിന്തിക്കണ്ടേ? പക്ഷെ നബവി ഇമാം അങ്ങനെയല്ലല്ലേ? നബവി ഇമാം റളിയല്ലാഹു അൻഹു മഹാന്റെ വിഷയത്തില് ഇമാം ഇങ്ങ ചൊന്നമേന്ദ്രേ വമിൻ വറഇഹി, ആ നബവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയിൽപ്പെട്ടതാണ്. എന്താണ് നബവി ഇമാമിന്റെ സൂക്ഷ്മത? നബവി ഇമാമിന്റെ മുട്ട ഫ്രൂട്ട്സ് വന്നെങ്കുല നബവി ഇമാം എതിർലുള്ള ഫ്രൂട്ട്സ് കേട്ടോണ്ടിന്തൂല ഇത് യൗഡ്ര ഫ്രൂട്ട്സ് ಇಂಡಿಪ್ಪ ಎಂಗಂತ ಫ್ರೂಟ್ಸು ನಂಗ ಕೇಕಡ ಇದು ಎವ್ಡ್ರು ಫ್ರೂಟ್ಸು ಎಂದೇ ಮಾಂಗ ಹತ್ರ ಮದರ ಇಲ್ಲ പുലി അപ്പ കേക്കടത് ഏത് അങ്ങോട്ട് എടുത്തരേൻ എന്തിಗೆ ഇനി 4 ഔഡർ എടുത്തരണ്ടാണ് എന്തേ 4 കിട്ടത് പുലി ആയിട്ടിക്കൂ അതുകൊണ്ട് ഔഡർ എടുത്തര അതൊക്കെ കേക്കുവോ നങ്ങ നബവിമ അങ്ങനല്ല കേക്കടേ പിന്നെ ഇത് ഏത് റായത്തെ വന്ന ഫ്രൂട്ട്സു എല്ലാ റായത്തും ഒരുപോലത്തെ ഫ്രൂട്ട്സ് ഇക്കില്ല ചില റായത്തില് എങ്ങനത്തെ ഫ്രൂട്ട്സ് വേണം കിട്ടും ചില റായത്തില് ഒരാൾ ജോന്തു ഉസ്താദ് മുഞ്ഞാണ്ട് ഒരാൾ അതിലിങ്ങനെ മാങ്ങ തിണ്ടോണ്ട് നോക്കുമ്പോ അയാൾക്ക് ഷുഗറും ഉണ്ട് ഷുഗർ നമുക്ക് മാങ്ങ അത്ര നല്ല അല്ലാണ്ട് ചൊല്ലാറ് അള്ളാഹു ആലം ഇപ്പൊ ഏത് നല്ല അല്ലാണ്ട് എന്തും ഗൊത്താവില്ല ഒരെണ്ണം ചൊല്ലെ പിന്നൊരെണ്ണം ചൊല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു കാലല്ലേ അപ്പൊ ഇയാൾ ചൊന്തു ഉസ്താദ് മാങ്ങ എപ്പോഴും കിട്ടില്ലല്ലേ ഉസ്താദ് ഇപ്പൊ കിട്ടപ്പ തിന്ന ഇപ്പൊ ഷുഗർ യാരെങ്കിലും വലിയല്ലേ മാങ്ങയുടെ സീസൺ കഴിഞ്ഞ പിന്നെ കൺട്രോൾ ആക്കാൻ അപ്പൊ പിന്നെ നോർമൽ ലെവൽക്ക് പറു ಅದರ ನಡುಕು ಗೊಟ್ಟಕಾಯಿ പോയേമേ അപ്പൊ പിന്നെ എല്ലാം ചൊല്ലേണ്ടൊന്നുണ്ടോ അത് അല്ല വിധിച്ച പോലെ ഇക്കിടല്ലേ ഉസ്താദ് അല്ല യന്ത്ര വിധിച്ചിട്ട് ഇക്കട അതുപോലെ ഇക്കിട അപ്പൊ നബവി ഇമാം അങ്ങനെയല്ല വമിൻ വറഇഹി നബവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മത്തെ ചെന്ന കൂട്ടത്തിൽ മഹാന്മാർ കിതാബിൽ എഴുതി വെച്ചതുണ്ട് നബവി ഇമാമിന്റെ എതിർള്ള ഫ്രൂട്ട്സ് കണ്ടെങ്കിൽ നബവി ഇമാം കേക്കൊട്ടില്ല ഇത് ഏത് റായത്തെ ഫ്രൂട്ട്സ് അപ്പ ഫാക്കിഹത്തു ദിമഷ്ക് ഡമസ്കസ് ഫ്രൂട്ട് ഉണ്ട് മീത്തു ചൊന്നെങ്കില് പിന്നെ നബവി ഇമാം അതിര തിന്നാലാൻ ഈ ഫ്രൂട്ട് ഡമസ്കസ് ഫ്രൂട്ട് ഉണ്ട് ഇനിയിപ്പൊ ഇണ്ട് നിങ്ങ ഡമസ്കസ് ഫ്രൂട്ട് ചൊന്നിട്ട് തിന്നാണ്ട് എന്തൊക്കെയുണ്ട് അണ്ടത്തെ കാലത്തെ വിഷയമുണ്ട് അത് ഡമസ്കസ് ഫ്രൂട്ട് കൊണ്ട് വിഷയം കിട്ടിയെങ്കില് നബവി ഇമാം ആ ഫ്രൂട്ട്സ് തിന്നാലൂല എന്റെ കാരണ ആ ഡമസ്കസിലുള്ള യാരത്തെ ഫ്രൂട്ട്സും യതീമീങ്ങളെ പേരിൽ വഖഫാക്കിയതുല അപ്പൊ യതീമീങ്ങളെ പേരിൽ വഖഫാക്കിയതായ ഒരു ഫ്രൂട്ട്സു നന്റെ ബാത്തിലായി പോണ്ട വേണ്ട ചൊല്ലുടെ ഒരു സൂക്ഷ്മത്തെ എല്ലോ അങ്ങനെയല്ല യാരത്തതും അങ്ങനെ അപ്പൊ നന്റെ ബാത്തൊക്കെ പോകേണ്ട ഫ്രൂട്ട്സും അങ്ങനത്തത് മീത്തും ആയി പോയെങ്കിലാ ഞങ്ങ എങ്ങനെ വെക്കടയല്ലോ അതല്ലാത്തത് ഉണ്ടല്ലേ അതായിട്ടിക്കോ ചാൻസ് ഇക്കുവല്ലേ അപ്പൊ തിന്ന ഞങ്ങ അങ്ങനെ വെക്കടേ അങ്ങനെ വെച്ചെങ്കാവാലേ അങ്ങ് മഹാന്മാരല്ലേ
അങ്ങനെ വെക്കണു. എങ്ങനെ വെക്കണു? യാറത്തതും അങ്ങനത്തതല്ലേ. അപ്പൊ നിന്റെ ബാത്തൊക്കെ വന്നിട്ട് ബൂൾഡ് അങ്ങനത്തതായി പോയെങ്കിലാ അതാവാലേ. കാരണം ചെറിയ ആയുസ്സിനിടയിൽ വലിയ ബറക്കത്ത് കിട്ടിയ മഹാനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ആ നവവി ഇമാം ഇങ്ങനെ കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, കിതാബ് ഇങ്ങനെ എഴുതാണ്. ആ കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ക്ഷീണം വന്നു പോകും. ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വന്നു പോകും. എപ്പോഴും ഒരുപോലെയല്ല. നിരന്തരം കിതാബ് ഇങ്ങനെ എഴുതുമ്പോ ഇടയ്ക്കൊന്ന് ക്ഷീണം വന്നു പോയി. ആ ക്ഷീണം വന്നാൽ ആ നബവി ഇമാം റളിയല്ലാഹു അൻഹു പേനയങ്ങെടുത്ത് നിലത്ത് വെക്കൂ, പേനയങ്ങ് മാറ്റി വെക്കൂ. എന്നിട്ടതാ അവിടുന്ന് കരയൂ. കരഞ്ഞുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇങ്ങനെ പാടാണ്: ലഇൻ കാന ഹാദാ ദമഉ യജ്രി സ്വബാബതൻ അലാ ഗൈരി സഅദി ഫഹുവ ദമഉ മുളയ്യഉ. എന്താണ് ആ വരിയുടെ അർത്ഥം? അല്ലാഹുവേ, ഒരുപാട് കിതാബ് നിന്റെ ദീനിന് വേണ്ടി എഴുതിയവനാണ് ഞാൻ. ആ എഴുതിയതെല്ലാം നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിലല്ലേ എന്റെ ഈ ക്ഷീണവും ഞാൻ ഈ എഴുതിയതും അധ്വാനിച്ചതുമെല്ലാം അതെല്ലാം ഉപകാരത്തിന് വരുന്നത്. ഒരു പക്ഷേ ഞാൻ ഈ എഴുതിയപ്പോൾ എനിക്ക് ക്ഷീണമുണ്ടായത്, ഞാനതാ തളർന്നു പോയത്, ഞാനതാ പ്രയാസം നേരിട്ടത്, ഇതെല്ലാം നിന്റെ പൊരുത്തത്തിനല്ല എങ്കിലോ, പേരിനാണോ, പെരുമക്കാണോ, പ്രശസ്തിക്കാണോ, സ്ഥാനമാനത്തിനാണോ, എന്നാൽ അത് പാഴായി പോകുന്ന അധ്വാനമാണ്, നഷ്ടപ്പെട്ടു പോകുന്ന പരിശ്രമമാണ്, പാഴായി പോകുന്ന കണ്ണുനീരാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇവിടെ ഈ ഉറച്ച പ്രസ്ഥാനം സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ മഹാനവരികൾ ശ്രമിച്ചത് അങ്ങനെയാണ്. ഓ രക്ഷിതാക്കളെ, ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ ഇനിയും സുന്നത്ത് ജമാഅത്തിന് ഒരുപാട് കാവൽഭടന്മാര് വേണം. അതിന് മലക്കുകൾ ഇറങ്ങി വരണമെന്നില്ല. ഇനി അമ്പിയാക്കൾ വരാറില്ല. ഞാൻ ഈ പറയുന്നത് രക്ഷിതാക്കൾ ശരിക്കും കേൾക്കണോ. മരക്കപ്പുറത്തിരുന്ന് വാല് കേൾക്കുന്ന ഉമ്മമാരെ, വാല് കേൾക്കുന്ന സഹോദരിമാരെ ശരിക്കും മനസ്സിലാക്കണം. ഇനി ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ ഇനി ഒരു നബി വരാനില്ല. അവസാനത്തെ നബിയും റസൂലുമാരാണ്. അത് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു നബി വരാനില്ല, ഒരു റസൂൽ വരാനില്ല. അതുകൊണ്ടാണ് മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി എന്ന മനുഷ്യൻ നബിയാണെന്ന് പറഞ്ഞു വന്നപ്പോൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരളത്തിലുമുണ്ട്, കർണാടകയിലുമുണ്ട്. ആ രണ്ട് വിഭാഗവും സമസ്ത ഇവിടത്തെ ഖാളിയാണ്. ഞങ്ങളുടെയൊക്കെ ഗുരുവര്യരായ ശൈഖുന ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുകൾ ഉള്ളാളിലെ ഖാളിയാണ്. അല്ലാഹു ആ തണല് ദീർഘകാലം അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് ഒരുപാട് ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുത്ത് മദനിത്തങ്ങളെ ബറക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് ആ തനിമ നിലനിർത്തി തരണം അല്ലാ. ഞാൻ പറഞ്ഞു വന്നത് ആ മഹാന്മാരായ പണ്ഡിതന്മാർ, രണ്ട് വിഭാഗത്തിലെയും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ,
അവർ അന്ന് തന്നെ പ്രഖ്യാപിച്ചു അത് പിഴച്ച പ്രസ്ഥാനമാണ്. കാരണം ഇനി ഒരു നബി വരാനില്ല. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ് ലാ നബിയ ബഅദി. എനിക്ക് ശേഷം ഒരു നബി വരികയാണെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാകേണ്ടിയിരുന്നു. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നബിയാണെന്ന് എവിടെയും ഇല്ല. കാരണം എനിക്ക് ശേഷം നബി ഇല്ലേ ഇല്ല. ഇനി അവസാനം ഈസ നബി അലൈഹിസ്സലാം അവസാനം പ്രത്യക്ഷപ്പെടും. ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. പക്ഷേ അവസാനം ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതും ഒരു നബിയായിട്ടല്ല, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നബിയുടെയും റസൂലിന്റെയും ഉമ്മത്തിൽപ്പെട്ട ഇമാമം മുഖ്സിത, ഒരു നീതിമാനായ ഭരണാധികാരിയായിട്ടാണ് അവസാന കാലത്ത് ഇറങ്ങി വരുന്ന നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ പ്രഖ്യാപിച്ചു ഖാദിയാനി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പിഴച്ച പ്രസ്ഥാനമാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഇനി ഇവിടെ ദീന് നിലനിർത്താൻ ഒരു നബി വരാനില്ല, ഒരു റസൂൽ വരാനില്ല. അമ്പിയാക്കൾ കഴിഞ്ഞു, സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞു, താബഈങ്ങളെ കാലം കഴിഞ്ഞു, മദ്ഹബിന്റെ ഇമാമിയങ്ങൾ വന്നു, മദ്ഹബിന്റെ ഇമാമിയങ്ങളെ പിന്തുടർന്ന് ജീവിച്ചവർ വന്നു. ഇനി ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ ധാരാളം ആലിമീങ്ങൾ വേണം. ആ ആലിമീങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ ഉമ്മമാരുടെ ഉത്തരവാദിത്വമാണ്, ഉപ്പമാരുടെ ഉത്തരവാദിത്വമാണ്, സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ പറഞ്ഞില്ലേ, ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്ത്. ഞാൻ ഇന്നും എന്റെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമുകൾക്ക് ഞാൻ ആ ക്ലാസ് ഓതി കൊടുത്തിട്ടുണ്ട്. ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്ത്. ഇൽമ കൊണ്ട് ജോലിയാവുക എന്നത് അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞവിടെ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം എന്താണ്? കാരണം ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ ഫർളായ ഇബാദത്തുമുണ്ട്, സുന്നത്തായ ഇബാദത്തും ഉണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഇൽമ പഠിക്കുക എന്നത് അത് ഫർളായ ഇബാദത്താണ്. ലിഅന്നഹു ഫർളു കിഫായ. കാരണം അത് സാമൂഹിക ബാധ്യതയാണ്. നാട്ടിൽ ഒരാൾ ഇൽമ പഠിച്ചില്ലെങ്കിൽ ആ നാട്ടുകാർ മുഴുവനും കുറ്റക്കാരാകും. നാട്ടിൽ ഒരാൾ ഇൽമ പഠിച്ചാൽ ആ നാട്ടുകാർ കുറ്റത്തു നിന്നെല്ലാം ഒഴിവാകും. അതാണ് ഫർള് കിഫായ, സാമൂഹിക ബാധ്യതയാണ്. അതുകൊണ്ടാണ് ആ ഇൽമ പഠിക്കുക, ഇൽമുമായി ജോലിയാവുക എന്നത് മിൻ അഫ്ളലി ത്വആത്ത്, അല്ലാഹുവിന്റെ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതിൽപ്പെട്ടതാണ് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ പറയാൻ കാരണം. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളെ വളർത്തേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. മുതഅല്ലിമുകൾക്ക് ഭക്ഷണം നൽകുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഇന്നും എത്രയോ പള്ളി ദർസുകളിൽ മുതഅല്ലിമുകൾ പഠിക്കുന്നുണ്ട്, അവർക്ക് വീടുകളിൽ ഭക്ഷണം നൽകുന്നുണ്ട്. ഞങ്ങളെ മൂടബിദ്രയിൽ 50-ൽ പരം മുതഅല്ലിമുകൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന മുതഅല്ലിമുകൾക്ക് മുഴുവനും വീടുകളിലാണ് ഭക്ഷണം. ഇന്ന് ഞാനൊരു പ്രായം ചെന്ന ഞങ്ങളെ കർണാടകയിലെ വലിയ പ്രായമുള്ള ഒരു ഉസ്താദിനെ കണ്ടു. അപ്പൊ ഉസ്താദിനെ കണ്ടപ്പോ എന്നോട് ഉസ്താദ് ചോദിച്ചു, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു വീടുകളിലാണ്. എത്ര മുതഅല്ലിമീങ്ങളുണ്ട്? 50 ജില്ലാനം, 60ന്റെ അടുക്കുണ്ട് ഒക്കെ. അപ്പോ ആ ഉസ്താദ് പറയാണ്, ആ പെണ്ണിങ്ങളെ ഒരു സബുർ ഭയങ്കര സബുറായിട്ടിക്കോ. അത് ചെറിയ സബറൊന്നും അല്ല. കാരണം ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആഴ്ചക്ക് ഒരുക്ക കൊടുത്താ പോരാ, അത് ദിവസം കൊടുക്കണം. ദിവസം 3 നേരം ഭക്ഷണം കൊടുക്കണം. അത് ഈ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ആ ഉമ്മമാർ. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എന്നാൽ സ്ഥാപനങ്ങളിലാകുമ്പോൾ പലരും അരി കൊടുക്കും, ഇറച്ചി കൊടുക്കും, മീൻ കൊടുക്കും, പഞ്ചസാര കൊടുക്കും, അതുപോലെ തന്നെ ചായപ്പൊടി കൊടുക്കും. അങ്ങനെ ആ പഠിക്കുന്ന കുട്ടികൾ ഭക്ഷണം കഴിക്കും. അത് ഞാൻ മുതഅല്ലിമീങ്ങോ കൊടുത്തേ എന്നിങ്ങനെ ആരോടും പറഞ്ഞു നടക്കാൻ വകുപ്പില്ല. അത് കൊടുക്കണോ? കാരണം എന്താണ്? മുതഅല്ലിമീങ്ങളെ വളർത്തുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ്, അത് ഔദാര്യമല്ല. കാരണം അവർ പഠിച്ചില്ലെങ്കിൽ നാട്ടുകാർ ഫുള്ള് കുറ്റക്കാരാവും. അവർ പഠിച്ചത് കൊണ്ടാണ് നാട്ടുകാർ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നത്. കാരണം അത് ഫർളു കിഫായയാണ്, സാമൂഹിക ബാധ്യതയാണ്. ഞാൻ പറഞ്ഞു വന്നത്, രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, ഉമ്മമാരിട്ടെന്നാ ചൊന്നോണ്ടില്ലേ മക്കളെ പഠിക്കോ കൊടുത്തോ. ചില ഉമ്മമാരുള്ളാറ് മക്കളെ ഭയങ്കര കൊണ്ടാട്ടത്തിൽ വളർത്താറ്. അല്ലാഹു ആ ഉമ്മമാർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. ഞങ്ങളെ ഉമ്മമാരും ഞങ്ങളെ എപ്പോഴും കണ്ണു മറിച്ചിട്ട് വളർത്തിരെന്തോ അല്ല. ഞങ്ങളെ ഉമ്മമാരും ഞങ്ങളെല്ലാം നല്ല കൊണ്ടാട്ടത്തില് ബംഗാറ് മോനെ കണ്ണേണ്ടാക്കിട്ടേ ഞങ്ങളും വളർത്തിയോ അല്ലേ? എങ്കിൽ ആ കൊണ്ടാട്ടം എന്നെല്ലാം ഉണ്ട്.
അതിങ്ങനെ മെല്ലെ 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 കുറഞ്ഞുകൊണ്ട് വരണം. വയസ്സ് കൂടുന്നതൊക്കെ ഇതിപ്പോ നോക്കുമ്പോ 7 കത്തര വയസ്സായത്. ഇപ്പം പണ്ടത്തെ കൊണ്ടാട്ടം നീണ്ടിട്ടില്ല ഇവിടെ. ആരെ ദാദരെ ഉമ്മാന്റെ കൊണ്ടാട്ടം. അത് മെല്ലെ 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 കാലം കൂടുന്നതനുസരിച്ച് കൊണ്ടാട്ടം ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരണോ? എന്തേ കാരണോ? അയ്മ മോന്റെ ഇൽമു പഠിക്കോ കടത്തിരി ഒരു ദർസ് ഒരു കോളേജ് കടത്തിരി നോക്കുമ്പോ 4 കോല ആക്കടെ ഓൺ ചന്തത്തിലുള്ള ഇവിടെ ഓണിಗೆಂದು ಉತ್ತರ ಬಿಯಾರಂದು ಇಲ್ಲ. ಕಾರಣ ಓಣೊಂದಲ್ಲ ಕಲ್ಚೋಂಟು പിടിച്ചോണ്ടു പഠിച്ചോണ്ടു ഓണക്ക് അങ്ങനെ ഉത്തര ചിന്തിക്കൊന്നും നേരെ ഇല്ല. അയ്മുഖ അവിടെ എത്തായോണ്ടുണ്ടു ആർക്കെ ഉമ്മായ ഒലുകു എന്തിരത്തെ എന്റെ മോനൊന്ന് പഠിക്കോ പോയിടാ എന്തിരായിട്ടിക്കോണ്ടോ അല്ല എത്തെ വരാണ്ടിക്കാല ചൊല്ല ഉമ്മമാർക്കല്ലാണ്ട് പിന്നെ ആർക്ക് എത്തെ പണ്ട് അബ്ബമാർക്ക് എത്തെ പണ്ടില്ലാണ്ട് കൊറേ ഉമ്മമാർ ചൊല്ലേ അത് വെറുതെ അബ്ബമാർക്കും എത്തെ പണ്ട് അബ്ബമാർ കാട്ടില്ല. എന്താ കാരണം? അബ്ബമാർ കാട്ടിയെങ്കിൽ ഉമ്മമാരെ എത്തെ പാടം കൂടു. ഉമ്മമാരെ ഈ ആണിങ്ങാട്ട് ചൊന്നെങ്കിൽ നിങ്ങൾ എന്തൊരു പേരിച്ചില്ല ഇങ്ങെന്തു ടെൻഷൻ ഇല്ലാണ്ടാ. അപ്പൊ ഇങ്ങനെ മുകളിൽ നോക്കുമ്പോ എന്തൊരു ചിരി നോക്ക ഈ ചിരി ഒന്ന് ഔത്തുല് ചിരിച്ച് കാട്ടു നോക്കാം. ഇപ്പൊ എന്തോ ഒരു ചിരിയും എന്തോ ഒരു കൊസിയും എന്തോ ഒരു സന്തോലത്തിൽ വെച്ചത് കണ്ട അല്ലാഹുവേ മരിക്കുമ്പോ ഈ ചിരിക്കിടെ മുഖത്തിൽ മരിക്കോ നീ തൗഫീഖ് താ അല്ലാഹ്. അത് ഇത്തര നേരായിട്ടും ഈ സദസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടുള്ള ഇൽമു നീ കാരണമാക്കി താ അല്ലാഹ്. നാ ചമ്മെന്ന് നീട്ടിട്ട് വാൾ എന്ത് പോണ്ടില്ല പഞ്ഞിണ്ട് കണ്ടെങ്കിൽ നാ നിപ്പാട്ട് നാ വേർച്ച ഇണ്ട് ഇന്നലെ ഇണ്ടെല്ലാം കോളാക്കി ചൊന്നാറ് ഫസ്റ്റ് ഉസ്താദിരെ വാള് പിന്നെ പേരോട് ഉസ്താദിരെ വാള്. അപ്പൊ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് ഇന്നലെ വീട്ടിലത്ത് വാള് കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോ ചമ്മ ലേറ്റായി. അപ്പൊ പിന്നെ ഏതായാലും ഇണ്ട് തെല്ല് വേഗ പോയിട്ട് തെല്ല് ഉറങ്ങല്ലേ ഉണ്ടായി. നോക്കുമ്പോ പിന്നെ ബില്ലി കണ്ടെത്ത് ഉസ്താദ് വേഗ ട്രെയിനൊക്കെ ഫോണുള്ള ഫസ്റ്റ് ഉസ്താദെ വാൾ ചൊല്ലൂല പിന്നെ നിങ്ങ വാൾ ചൊല്ലോണ പിന്നെ ചൊല്ലുമ്പോ ഞങ്ങൾ എന്തോ ആക്കുക ആവില്ലല്ലേ അള്ളാഹു ഞങ്ങളെ പേരോട് ഉസ്താദ് അള്ളാഹു വലിയ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പേരോട് ഉസ്താദ് അണ്ടും ഇണ്ടും എപ്പോ ഞങ്ങൾക്ക് വലിയ ആവേശമല്ലേ. ഞങ്ങളെ വാള് പഠിച്ചമേ ഉസ്താദിന്റെ വാള് കേട്ടിട്ട് സുന്നത്ത് ജമാഅത്ത് ഞങ്ങൾ പണ്ടത്തെ ഇമാമികളെ ചരിത്രമല്ല ചൊന്നോണ്ടുള്ള ഇണ്ട് പേരോട് ഉസ്താദിന്റെ വാള് ചൊന്നെങ്കിൽ എന്തിനാ കാലി ഒരു വാളല്ല ಖಾಲಿ ಒಂದು ಪಾಟಲ್ಲ ಬೆರ್ದೆಗೆ ತಮಾಷೆ ಅಲ್ಲ ಬಿಗಿಲ್ಸ್ ಅಲ್ಲ ಬಡಲ್ಸ್ ಅಲ್ಲ ಬಡಲ್ ಬಿಡ್ರಲ್ಲ ಬಂಡಲ್ ಬಿಡ್ರಲ್ಲ പേരോട് സാദര വാളു ചൊന്നെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ദീൻ ഇണ്ട് നോക്കുന്ന പട എത്ര നേരെ ചൊന്തു ആ ചൊന്നതെല്ലാം ദീന് മാത്ര ദീനല്ലാത്തത് എന്തും ആ പൽക്കത്തെ നടുവിൽ വന്നിട്ടില്ലേ. ഒരു തമാശ ചൊല്ലെങ്കിൽ പോലും അത് ദീന് അതെല്ലാവർക്കും ആവണോട്ടില്ലേ. അത് അണ്ടും ഇണ്ടും ഞങ്ങൾ കർണാടകത്തെ പേരോട് ഉസ്താദിനെ കാണുവസൂറായിട്ട് എത്ര കാലായിട്ട് പേരോട് ഉസ്താദ് മുത്തല്ലിമായി പഠിക്കുന്ന ടൈമിലെ കർണാടകത്തേക്ക് വാളുക വന്നോ ഇൻതോല ഇണ്ട് ഉസ്താദിനെ താടിന് ഒന്നും കറുത്തതില്ലാണ്ട് കണ്ട് എല്ലാം ശ്രദ്ധിച്ചിട്ട് നോക്കിയെങ്കിൽ ചിലപ്പോ കറുത്തത് കാണും. എല്ലാം വെൽത്തിറ് ഞങ്ങൾക്കത് കാണുമ്പോ പേടിയാവിടും. അല്ലാഹുവേ നീ ഞങ്ങൾ ആയുസ് നല്ല ആഫിയത്തോടുകൂടെ ഇനിയും ദീർഘകാലം ഞങ്ങൾക്ക് നേതൃത്വത്തോടെ നീ നിലനിർത്തി കൊടുക്കൂ റഹ്മാനെ. ഇല്ലേ? പക്ഷെ ഇണ്ടും ആ പണ്ടത്തെ അതേ പ്രസംഗത്തെ സ്ട്രോങ് ഇണ്ടും കുറടിയായിട്ടില്ല. സുന്നത്ത് ജമാഅത്ത് ചൊല്ലുമ്പോ അതായിട്ടിക്കട ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങ ഉള്ളാളത്തെ ഉറൂസുൽ പ്രസംഗിക്കുമ്പോ മഹാന്റെ മറക്കുകയാവില്ലേ, മഹാന്റെ ಬಗ್ಗೆ പേര് ചൊല്ലാണ്ടിക്കുകയാവില്ലേ. ഇണ്ട് ഉള്ളാളത്തെ ഉറൂസുലു ഞങ്ങളുടെ വന്ന് വാൽ ചൊല്ല താജുൽ ഉലമ ഇന്ന കാലത്തില് ഞങ്ങൾ അവിടെ വെച്ചിട്ട് അണ്ട് വന്നോ ഇന്ന് ഔലിയാക്കന്മാർ സ്റ്റേജിൽ നിന്നിട്ട് വാളു ചൊന്നത് ഞങ്ങൾ സദസ്സിൽ വെച്ചിട്ട് കേട്ടോണ്ടിന്ന അണ്ട് ആ ബന്ധങ്ങളെല്ലാം വാള് ബഹുമാനപ്പെട്ട് തങ്ങ വെച്ചിട്ട് കേട്ടോണ്ടിരുന്നു. എന്തൊരു പേടി വാളു ചൊല്ലകളെല്ലാം ഒരു കണ്ണ് സദസ്സിൽ നിന്നെങ്കും പിന്നൊരു കണ്ണും എല്ലാം ഇപ്പറമേ ഉണ്ടു. കാരണം ആരുടെ തെച്ചിരെ ഗർജിക്കുന്ന സിംഹമാണ്. തങ്ങളെ എതിർല് എന്തും ചൊന്നെങ്കാവാലെ കാലി ഹക്ക് മാത്രമേ ചൊല്ലാവൂ. ആ ഹക്കെതിരായിട്ടുള്ള എന്തെങ്കിലും അവിടെ വന്നെങ്കിൽ അപ്പ കൊടയും. ഇഷ്ടായെങ്കിൽ ഭാര്യ പ്രോത്സാഹം കൊടുക്കും. അള്ളാഹു അങ്ങനെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അള്ളാഹ് നീ അങ്ങനെ ദറജ വർദ്ധിപ്പിക്ക റഹ്മാനെ. അപ്പൊ നാ ചൊന്നോണ്ട് വന്നു. അപ്പൊ കൊണ്ടാട്ടത്തില് ബൽത്തണ്ടാട്ടല്ല നല്ല മോനെ കണ്ണാക്കിട്ട്. പക്ഷേ പഠിക്കോ കടത്തിയെങ്കില് അപ്പ കോലാക്കിട്ട് അവന്റെ പാടം നെനപ്പാക്കട്ടതാവല്ല. മുഞ്ഞാണ്ട് ഞങ്ങളെ ദർസില് ഈ കുറി പുതിയ ഒരു അഡ്മിഷൻ ആയപ്പ
പുതിയ മക്കളെല്ലാരും ദൈപ്പാട്ടിട്ട് ഒന്ന് പൽക്കറിഞ്ഞ ചെറിയ ചെറിയ മക്കല്ലേ ഔത്തര ഉമ്മട നിരിക്കൂ. കാരണം ഞങ്ങ പഠിക്കോ പോയപ്പോ പണ്ട് ഞങ്ങൾക്ക് ഉമ്മട നിരിച്ചു അങ്ങനെ നിരിച്ചപ്പോ നാണ് ചെയ്ത കക്കൂസ് പോട്ടു. കക്കൂസ് പോയി പുൽപ്പിട്ടു. എന്താ ചൊല്ലു അവിടെ പുൽപ്പിട്ടെങ്കിൽ ആരും കാണില്ലേ? ആൽമാര നടുവിൽ പുൽപ്പിട്ടെങ്കിൽ എല്ലാരും കാണ്ട്. അപ്പൊ നോക്കുമ്പോ ഒരു കിടാവിടട്ട കേട്ടെ, നിന്റെ അബ്ബ എന്തരാക്കട്ടില്ല കേട്ടെ, നിന്റെ അബ്ബ എന്തരാക്കട്ടെ കൊണ്ടിട്ട് അബ്ബടെ കേട്ടെ ഉമ്മടെ കേട്ടല്ല, നിന്റെ അബ്ബ എന്തരാക്കട്ടെ എന്ന് കേട്ടെ. എടുത്ത വായി കൊണ്ട് ചെന്ന ഉത്തരം എന്ത് ചൊല്ലൂല്ലേ പുൽപ്പിട സോറാക്കിയ. സുബ്ഹാനല്ലാഹ്, നാ പേരിച്ച എന്തികായിട്ട് കൊണ്ടിട്ട് ഞാൻ ഇത് കേട്ടെ പോവാ കേക്കാണ്ടിക്കണമേ നല്ലേണ്ട് പേരിച്ചേ. നോക്കുമ്പോ കേട്ടെ പുൽപുട്ട. അപ്പൊ എല്ലാം കലിഞ്ഞ പിന്നെ എല്ലാരെ കടത്തിട്ട് മെല്ലെ കൊണ്ടേല് കേട്ടെ, നിന്റെ അബ്ബ ഇല്ലേ കേട്ടെ. ബുൾപുടുമ്പോ നക്കുവാ ടെൻഷൻ ആയിട്ട് മീത്തു അബ്ബ ഒന്ന മറിച്ചിട്ടിക്കുക അല്ലെങ്കിൽ മീത്തു വിട്ടുപോയിട്ടിക്കുക. അങ്ങനെ അങ്ങനെ ബുൾപ്പ് വന്നപ്പോ നക്ക് സംശയം. അപ്പോ ചെന്ന അല്ല ഉസ്താദ് നാ കുമ്മടെ നെനപ്പാവിടൂ എന്ന കൊണ്ട് അബ്ബടെ കേൾക്കുമ്പോൾ കുമ്മടെ നെനപ്പായപ്പോ അത്രത്തോലും സമയം ഞാനിങ്ങനെ റുക്കൊണ്ട് ചെറിയ മക്കല്ലേ. അബ്ബടെ കേട്ടപ്പോൾ ഉമ്മടെ നെനപ്പായി. അല്ല ഉസ്താദ് ഉമ്മടെ നെനപ്പായിട്ട് ഉസ്താദ് ഓക്കെ ഉമ്മടെ എന്ത് നെനപ്പായോ? അല്ല നാന് എപ്പം എന്റെ ഉമ്മടെ ബുട്ടിട്ട് ഇന്നിട്ടില്ല ഉസ്താദ്. എപ്പത്തുക്കും ഞാൻ എന്റെ ഉമ്മടെ ബുട്ടിട്ട് ഇന്നിട്ടില്ല. എപ്പം ഞാൻ എന്റെ ഉമ്മടിട്ടമേ ഇന്ന് എന്റെ ഉമ്മടെ ബുട്ടിട്ട് ഇന്നിട്ടില്ല. ഓക്കെ അപ്പൊ ഞാൻ ഓണ്ടിയിൽ കേട്ടെ, ഇപ്പൊ നിന്റെ ഉമ്മ നിന്റെ ബുട്ടിട്ടുണ്ടല്ലേ, ഇപ്പൊ നിന്റെ ഉമ്മ നിന്റെ മുട്ടിട്ടുണ്ടല്ലോ ഔത്തുൽ, നീനും നിന്റെ ഉമ്മയുടെ മുട്ടിട്ടിക്ക് വിലയില്ല. പിന്നെ അവിടെ ചെന്നിട്ടുള്ള സമാധാനാക്കി. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിനി ആലിമീങ്ങൾ വേണം. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരൂല. മലക്കുകളല്ല, മനുഷ്യരിൽ ആലിമീങ്ങൾ വേണം. അത് നമ്മുടെ മക്കളാണ് കേട്ടോ. ഇവിടെ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതേ മഹാനവരുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അതുപോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ വിട പറഞ്ഞു പോയി. അതുപോലെ റഈസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദ് വിട പറഞ്ഞു പോയി. നൂറുൽ ഉലമാ എം.എ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹുമാ അവരെല്ലാം വിട പറഞ്ഞു പോയി. ഇനി നമുക്കിവിടെ സുന്നത്ത് ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ഇവിടെ ആലിമീങ്ങൾ വേണം കേട്ടോ, പണ്ഡിതന്മാര് വേണം കേട്ടോ. ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, അതിന് ഏറ്റവും കൂടുതൽ ഉത്സാഹിക്കേണ്ടത് എന്റെ ഉമ്മമാരായ നിങ്ങളാണ് കേട്ടോ. നിങ്ങളൊരു തീരുമാനമെടുക്കണോ, എന്റെ മോനെ ഞാനൊരു ആലിമാക്കും. ആലിമാക്കിയാൽ മകൻ ആലിമാണെന്നതുകൊണ്ട് പാപ്പക്കൊരു കുറവുമില്ല കേട്ടോ. ഉമ്മയും ഒരാളെ മുന്നിലും ചെറുതാവുകയില്ല കേട്ടോ. ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെ ബാപ്പമാര് ഞങ്ങളെ ഇൽമു പഠിക്കാൻ പറഞ്ഞയച്ചതുകൊണ്ട് പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ കുടുംബക്കാർക്കിടയിലോ നാട്ടുകാർക്കിടയിലോ ഒരാൾക്കിടയിലും ഞങ്ങളെ